ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സിപിഐ സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. ജില്ലാ കൌൺസിലുകൾ നൽകിയ സ്ഥാനാർത്ഥി പട്ടിക വിലയിരുത്തിയാകും സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. വിജയസാധ്യത പരിഗണിച്ച് സംസ്ഥാന നേതൃത്വവും സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും. മാവേലിക്കരയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നതിൽ പാർട്ടിയിൽ അനിശ്ചിതത്വമുണ്ട്. സിപിഐ മത്സരിക്കുന്ന തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായാണ് സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നത്. രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന കൗൺസിലും ചേരും. അതാത് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ജില്ലാ കൗൺസിലുകൾ നൽകിയ 3 അംഗ പട്ടിക സംസ്ഥാന നേതൃയോഗങ്ങൾ വിലയിരുത്തും. തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ്. ജില്ലയിൽ നിന്ന് ലഭിച്ച പട്ടികയിലും പന്നിൻ്റെ പേരാണ് ഒന്നാമത്. തൃശൂരിൽ VS സുനിൽകുമാറും സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിക്കാം. ശക്തമായ ത്രികോണ മത്സരം ജയിക്കാൻ സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നതാണ് പാർട്ടിയിലെയും പൊതുവികാരം. വയനാട് സീറ്റിൽ ആനി രാജയെ മത്സരിപ്പിക്കും. മാവേലിക്കര മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കുമെന്നതാണ് തർക്കവിഷയം. AYF നേതാവ് CA അരുൺകുമാറിനെ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന് താൽപ്പര്യം. എന്നാൽ മാവേലിക്കര മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോട്ടയം, കൊല്ലം ജില്ലാ കൗൺസിലുകളുടെ 3 അംഗ പാനലിൽ അരുൺകുമാറിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല. ചിറ്റയം ഗോപകുമാർ, പ്രീജ ശശിധരൻ, K അജിത്, RS അനിൽ തുടങ്ങിയവരുടെ പേരുകളാണ് 2 ജില്ലാ കൗൺസിലുകളുടെ പാനലുമായി ഉള്ളത്. പാർട്ടി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പേര് പുറത്തു വന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോട്ടയം ജില്ലാ കൗൺസിൽ അരുണിന്റെ പേര് ചർച്ചയ്ക്ക് വെക്കാതിരുന്നത്. ആലപ്പുഴ ജില്ലാ കൗൺസിൽ അതേ ജില്ലക്കാരെന്ന നിലയിൽ അരുണിന്റെ പേര് ഒന്നാമതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലകളിലുള്ള പേര് തന്നെ സംസ്ഥാന നേതൃയോഗങ്ങൾ അംഗീകരിച്ചുകൊള്ളണമെന്ന് വ്യവസ്ഥയില്ല. ജയസാധ്യത ആർക്കാണെന്ന് നോക്കിയാകും സംസ്ഥാന നേതൃയോഗം മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. മാവേലിക്കരയിൽ അരുൺകുമാർ അല്ലെങ്കിൽ ചിറ്റയം ഗോപകുമാർ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. റിപ്പോർട്ടർ, തിരുവനന്തപുരം.